നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് PC ജോർജിൻ്റെ ഒരു പ്രശ്നത്തെ പറ്റിയാണ്. ബഹുമാനപ്പെട്ട PC ജോർജ് ഈരാറ്റുപേട്ടയിലെയും കേരളത്തിലേക്കുള്ള മുഴുവൻ ജിഹാദി ഭീകരതയെയും ഇസ്ലാമിക ഭീകരതയൊക്കെ പറ്റി പറയുമ്പോൾ കേരളത്തിലെ ഹൈക്കോടതിക്ക് അത് എന്തോ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ തുടരാൻ അർഹനല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ തുടരാൻ അർഹനാണോ എന്നുള്ളത് കേരള ജനത കണ്ടതാണ്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എതിരിട്ടുകൊണ്ട് ഒറ്റയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ MLA ആയി വന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ പൂഞ്ഞാറോട്ട് തന്നെ ഒന്ന് യാത്ര ചെയ്താൽ അറിയാൻ പറ്റും അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന്. പിന്നെ അടുത്തൊരു കാര്യം, ഹൈക്കോടതിയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള ചില ചൊറിച്ചിലുകൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് കേരളത്തിൽ കാണുന്നുണ്ട്. ഇനി ആരെ സുഖിപ്പിക്കാനാണോ എന്തൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ PC ജോർജിനെ ഈ ജിഹാദി ഭീകരതയൊക്കെ തുറന്ന് പറയുന്നത് കൊണ്ട് അങ്ങ് വായടപ്പിക്കാം, അല്ലെങ്കിൽ അങ്ങനെ മിണ്ടാതിരിക്കാനുള്ള ഒരു താക്കീതായ എന്ന രീതിയിലൊന്നും ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഈ ഉത്തരവിടുന്ന ഏമാന്മാരുണ്ടല്ലോ അവരാരും കരുതിയൊന്നും വേണ്ട. അദ്ദേഹം ഇനിയും സംസാരിക്കും. ഇനിയും ഈ ജിഹാദി ഭീകരതയെക്കുറിച്ച് തന്നെ സംസാരിക്കും. യവന്മാരിത് എന്ന് നിർത്തുന്നോ അന്ന് വരെ സംസാരിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് സംസാരിക്കാൻ കുറച്ചും കൂടി പറ്റിയ ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. BJPയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് BJP കൊടുക്കും. BJP മാത്രമല്ല, ദേശീയതയെ അംഗീകരിക്കുന്ന ഈ രാജ്യത്തിനോട് കൂറുള്ള ആൾക്കാരുടെ എല്ലാ സപ്പോർട്ടും PC ജോർജിനുണ്ടാകും. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സപ്പോർട്ടും PC ജോർജിനുണ്ടാകണം. പിന്നെ കോടതി പരിഗണിക്കുമ്പോൾ അത്യാവശ്യം വേണ്ടത് ആ ലാവ്ലിൻ കേസൊക്കെ കുറേ കൊല്ലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ കേട്ടു തുടങ്ങിയ കേസാണ് ഈ ലാവ്ലിൻ കേസ് കേട്ടൊക്കെ. ഒന്നും ആയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ധാരാളം കേസുകൾ ഈ കേരളത്തിൽ കിടപ്പുണ്ട്. അതിന് അതൊക്കെ ഒന്ന് പരിഗണിച്ച് ഒരു പരിഹാരം കാണാൻ ബഹുമാനപ്പെട്ട കോടതികളോട് പറയുകയാണ്. കോടതികളൊക്കെ അല്ലാതെ ഇങ്ങനെ ഈ ചൊറിയുന്ന പണിയും കൊണ്ടിരിക്കാതെ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, എന്തായാലും PC ജോർജ് സാറിന് ഞങ്ങളുടെയൊക്കെ പിന്തുണയുണ്ട്. എല്ലാവരുടെയും പിന്തുണ കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ഈ കോടതിയുടെ ഒരു പരാമർശം വന്നപ്പോഴത്തേനൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഈ ജിഹാദി തീവ്രവാദികളങ്ങ് അഴിഞ്ഞാടുവാണ്. അത് കണ്ടുകൊണ്ട് കുറച്ച് അന്തം കമ്മികളും എന്തൊക്കെയോ എല്ലും കഷ്ണം കിട്ടിയതുപോലെ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. PC ജോർജ് ഇനിയും കേരള രാഷ്ട്രീയത്തിൽ കാണും. ഇതുപോലുള്ള പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയും സംസാരിക്കുകയും ചെയ്യും. ഓക്കെ, എന്തായാലും ഞങ്ങളൊക്കെ ഇതുപോലെ ഈ ജിഹാദി ഭീകരതയെ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അതിന് ഹൈക്കോടതി അല്ല, ഇനി ആര് പറഞ്ഞാലും നമ്മളത് പറയുക തന്നെ ചെയ്യും. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ഓക്കെ.